ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ടാക്സി ഡ്രൈവറിന്റെ ഫ്രണ്ട്സ്, നീ പറഞ്ഞ പയ്യനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ജ്വല്ലറി ബിസിനസ്സും ഡയമണ്ട് ബിസിനസ്സും എല്ലാം ഉണ്ട്. ആ പ്രഷ്യസ് ആയ ഹോളിവുഡ് ഡയമണ്ട് ഇല്ലേ, അത് അവന്റെ അച്ഛന്റെ കമ്പനിയിൽ നിന്നുമാണ് എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിക്കുന്നു. ടാക്സി ഡ്രൈവർ അവന്റെ വാച്ച് കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് റിച്ച് ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഫ്രണ്ട്, നമുക്കിത് ചെയ്യണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ടാക്സി ഓടിച്ച് നടക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ടാക്സി ഡ്രൈവറും ഓക്കെ നമുക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. പിറ്റേന്ന് ബോക്സ് പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. അവൻ നല്ല ഹാപ്പിയാണ്, കാരണം അവൻ ഡിസൈൻ ചെയ്ത് റിങ് കിട്ടിയിട്ടുണ്ട്. അത് നോക്കി പലതും പ്ലാൻ ചെയ്ത് ഇന്നൊരു ഇമ്പോർട്ടന്റ് ദിവസമാണ് എന്ന് പറഞ്ഞ് ആ റിങ് കിസ് ചെയ്ത് എല്ലാം നന്നായി നടക്കണം എന്ന പ്രതീക്ഷയോടെ അവൻ പോകുവാണ്. പുറത്തേക്ക് വരുന്നതും അവൻ ടെൻഷനെ കാണുന്നു. ദൈവമേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രാത്രി മുഴുവൻ നീ എന്നെ നോക്കിയിരിക്കുവായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, നീ മൊമെന്റ്സിൽ 6 മണിന്ന് മെൻഷൻ ചെയ്തിരുന്നു, അത് എനിക്ക് വേണ്ടിയല്ലേ എന്നവള് ചോദിക്കുന്നു. കൊള്ളാലോ, നീ എന്റെ മൊമെന്റ്സ് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ടല്ലേ, നീ ഒരു എക്സലന്റ് മാനേജറാണ്, നീ എന്നെ എപ്പോഴും കെയർ ചെയ്യാറുണ്ട് എന്നവൻ പറയുന്നു. അവനെങ്ങോട്ടാ പോകാൻ നിൽക്കുന്നതെന്നൊന്നും അവൾക്ക് അറിയാൻ പാടില്ല, എന്നാലും അവൾ അവന്റെ കൂടെ പോകുന്നുണ്ട്. ബോക്സ് അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അവൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ് അവന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാർട്ടി ആയിരുന്നു അത്. ഇവരെല്ലാവരും മ്യൂസീഷ്യൻസ് ആണോ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല, പക്ഷെ അവർക്ക് മ്യൂസിക് ഇഷ്ടമാണ്. ഇവരുടെ എല്ലാവരുടെയും ജോലി മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. വക്കീല്, പോലീസ്, അങ്ങനെയൊക്കെ ആണെങ്കിലും മ്യൂസിക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നവൻ പറയുന്നു. ഇപ്പൊ ഫ്രണ്ട്സ് അവരുടെ അടുത്തേക്ക് വരുന്നു. അവരുടെ സ്നേഹപ്രകടനം കഴിയുന്നതും ഒരാൾ അവന് ഡ്രിങ്ക്സ് കൊടുക്കുന്നു. അത് കുടിക്കുന്നതിന്റെ മുന്നേ തന്നെ ഷെൻഷൻ അവനെ തടഞ്ഞത് കാരണം, നീ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവൻ ആ ഡ്രിങ്ക് ഷെൻഷന് കൊടുക്കുന്നു. ഇപ്പൊ ഫ്രണ്ട് ബാക്കിയുള്ളവർക്ക് ബോക്സുവിനെ പരിചയപ്പെടുത്തുന്നു. ബോക്സു ഷെൻഷനെ കാണിച്ച് ഇവിടെ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അത് വെറുതെ പറയുന്നതാ, കാര്യമൊക്കെ ഉണ്ട് എന്ന് ഷെൻഷനും പറയുന്നു. ഇവൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ച ഒരു ഗേൾ കൂടെയുള്ളവരോട് ഇവനൊരു സിംഗറാണ്, ചൈനയിൽ പോപ്പുലർ ആണ് എന്നൊക്കെ പറയുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബോക്സ് ഒരു ഐഡൽ ആണെന്ന് അറിയുന്നതും എല്ലാവരും അവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബഹളമാണ്. ആ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെടാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഷെൻഷൻ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി പോകുന്നു. ഫോട്ടോ എടുക്കൽ കഴിയുന്നതും ഫ്രണ്ട്സിനോട് പറഞ്ഞ് ബോക്സും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഒരുപാട് പേരില്ലേ അവിടെ, കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി വന്നതാ എന്ന് അവളും റിപ്ലൈ കൊടുക്കുന്നു. ബോക്സ് അവിടെ നോക്കി, ശരിയാണല്ലോ, ഇവിടെ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് ഷെൻഷന്റെ കൈ പിടിച്ച് എവിടെയാണേലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. ഷെൻഷനും ചിരിക്കുന്നു. ബോക്സ് ഇപ്പൊ അവളുടെ കൈ പിടിച്ച് പ്രപ്പോസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഷെൻഷ, വിൽ യു മാരി മീ എന്നവൻ അവളോട് ചോദിക്കുന്നു. പക്ഷെ മനസ്സിലാണെന്ന് മാത്രം. കാരണം അയ്യോ, ഞാൻ എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും ബോട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സിനോട് ബായ് പറഞ്ഞ് തിരിച്ചു വരുവാണ്. ഷെൻഷൻ, ഇതാണോ നിന്റെ പാർട്ടി എന്ന് ചോദിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്, നീ വാ എന്ന് പറഞ്ഞ് അവൻ വേറൊരു സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ആ പ്ലേസ് കണ്ട് ഷെൻഷൻ, ഇത് സ്വർഗം പോലെ ഉണ്ടല്ലോ, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നു. ഇതിന്റെ പേര് സ്കൈ ഹോൾ എന്നാണ്. 10,000 വർഷത്തെ ചരിത്രമുണ്ട് ഇതിന്. 10,000 വർഷം മുന്നേയുള്ള കാറ്റ് നിന്റെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ തോന്നില്ലേ? ആ വെല്ല് നോക്ക്, അത് നിന്നെ നോക്കുന്ന പോലെ തോന്നില്ലേ? 10,000 വർഷങ്ങൾക്ക് മുന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവണം. ഇനിയും ഒരു 10,000 വർഷം കഴിഞ്ഞാലും ഇതിന് നമ്മളെ ഓർമ്മയുണ്ടാവും. പക്ഷേ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സംസാരിക്കില്ല എന്ന് മാത്രം എന്നെല്ലാം ബോക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് സത്യമായിരിക്കാം, ചില വാക്കുകൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് ഷെൻഷനും പറയുന്നു. ബോക്സു, നീ പറഞ്ഞത് ശരിയാണ്, ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല, സോ ഞാനത് പറയുന്നില്ല, പക്ഷെ ആ സ്റ്റോൺ അത് പറയും എന്ന് പറയുന്നു. ഷെൻഷൻ, ഏത് സ്റ്റോൺ അത് എന്ന് ചോദിക്കുന്നതും ആ സ്റ്റോണ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ്, അത് യുണീക്കാണ്, ലക്ഷക്കണക്കിന് വർഷത്തോളം മണ്ണിനടിയിൽ കിടന്നതാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റോണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ഒരുപാടായി പ്രതീക്ഷിക്കുന്നു, കാരണം എനിക്കിത് പേഴ്സണൽ ആയിട്ട് നിനക്ക് തരാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ബോക്സ് ആ റിങ് ഷെൻഷന് നേരെ നീട്ടുന്നു. അവളത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, സോ ആകെ ഞെട്ടി. ഇത് എന്ന് പറയുന്നതും ബോക്സു, ഇത് നിനക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഈ ഡയമണ്ടിന്റെ പേര് ബ്ലൂ ഫ്ലെയിം എന്നാണ്. ഇതെന്റെ അമ്മ എനിക്ക് വേണ്ടി തന്നതാ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഹാർട്ട് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും. നീ ഇത് എനിക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കണം, അപ്പോഴേ എനിക്കും ആശ്വാസമാവുള്ളൂ എന്നവൻ പറയുന്നു. ഇത്രയും സ്വീറ്റ് ആയിട്ട് അവൻ പ്രപ്പോസ് ചെയ്തിട്ടും എനിക്കൊരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വേണ്ട, ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിപ്പോയി എന്നാണ് ഷെൻഷൻ പറയുന്നത്. ബോക്സ് അപ്സെറ്റ് ആയിട്ട്, ശരി, നിന്റെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ഈ ഡയമണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ്. ഇത് അയാൾക്ക് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അതിലൊരു അർത്ഥം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്നെയും ആ റിങ് അവൾക്ക് വേണ്ടി നീട്ടുന്നു. തെറ്റുപറ്റിപ്പോയി എന്ന് എന്തെങ്കിലും നിനക്ക് തോന്നിയാലോ എന്നാണ് ഷെൻഷൻ വീണ്ടും കൺഫ്യൂസ് ആയി ചോദിക്കുന്നത്. ബോക്സു,
നീ ഒരു മന്ദബുദ്ധിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഈ ഒരു ടൈമിൽ നിന്റെ മുന്നിൽ ഈ റിങ്ങും പിടിച്ചു നിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും നിനക്ക് ഒരു കാര്യവും മനസ്സിലായില്ലേ? നിനക്ക് ഇപ്പോഴും സംശയമാണോ? എനിക്കിനി സഹിക്കാൻ പറ്റില്ല, നീ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ബലമായിട്ട് ആ റിങ് വെച്ച് കൊടുക്കാൻ നോക്കുവാണ്. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ആ പിടിവലിയുടെ ഇടയിൽ ആ റിങ് വെള്ളത്തിലേക്ക് വീഴുന്നു. ഷൻ സോറി, ഞാനിതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്കിത് താഴേക്ക് പോയി എടുക്കാൻ പറ്റുമോ? എനിക്ക് നീന്താൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പോയി എടുത്തേനെ, അല്ലെങ്കിൽ നീ തന്നെ എന്നെ അവസാനം രക്ഷിക്കേണ്ടി വരും എന്ന് ടെൻഷനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ബോക്സ് അവളോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ച് അത് പോട്ടെ, ഇതൊരു പക്ഷെ വിധിയായിരിക്കും, അതായത് ദൈവത്തിന് എന്നെ സഹായിക്കണം എന്നുണ്ടാവില്ല. ആ റിങ് പോയി, ഒരു പക്ഷേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വിധി ഉണ്ടാവില്ലായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ഈ കണ്ണതിന് സാക്ഷിയാണ്. അവൾ എന്നെ സ്വീകരിക്കുന്ന സമയത്ത് ഈ റിങ് ഞാൻ വന്ന് തിരിച്ചെടുക്കും. ഇപ്പോ അത് പോട്ടെ എന്ന് ബോക്സു കാമായി പറയുന്നു. അവര് നൈറ്റ് ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. റൂമിലേക്ക് പോകുവാണ് ചെയ്യുന്നത്. ബോക്സു വിഷമത്തിൽ കിടക്കുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, എന്നാ ഞാനത് അറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഇന്ന് സംഭവിച്ചതിന്റെ ഒക്കെ അർത്ഥം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ല എന്നല്ലേ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. ഇവിടെ ഷെൻഷനും സാഡായി കിടക്കുവാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് രാവിലെ അവള് ബോക്സുവിനുള്ള മെഡിസിൻ എടുത്ത് അവന്റെ റൂമിലേക്ക് വരുന്നു. ഗ്രാൻഡ് പാ ബാവു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ മെഡിസിൻ ആണ് കേട്ടോ ഇത്. ആ മെഡിസിൻ തന്നെയാണ് അവൻ യൂസ് ചെയ്യുന്നത്. ഷെൻഷൻ അവന്റെ ഡോറിൽ നോക്കിയിരുന്ന സമയത്ത് അവൻ സോങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവന്റെ സോങ്ങിൽ ചില മാറ്റങ്ങൾ വരുത്തി ജസ്റ്റിന് ഒരു വേർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഷെൻഷൻ അവനോട് അധികമായിട്ട് സൗണ്ട് യൂസ് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷെൻഷൻ ഷോപ്പിങ്ങിന് വന്നിരിക്കുവാണ്. ഈ സമയത്താണ് യുവാൻ നടന്നു പോകുന്നത് അവള് കാണുന്നത്. സോ അവൾ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നേരെ യുവാന്റെ അടുത്തേക്ക് പോകുന്നു. അവൾ എന്താ വാങ്ങിയെന്നറിയോ? ഒരു ഡ്രീം ക്യാച്ചർ ആണ്. അതവൾ യുവാന് കൊടുക്കുന്നു. യുവാനാണെങ്കിൽ ഇതെന്താ സംഭവം എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ പേര് ഡ്രീം ക്യാച്ചിങ് നെറ്റ് എന്നാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദുസ്വപ്നങ്ങൾക്ക് പകരം നല്ല സ്വപ്നങ്ങൾ കാണും എന്നൊക്കെയാണ് ഇന്ത്യൻസ് വിശ്വസിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് ഇത് നിനക്ക് കമ്പനി തരും, നല്ല സ്വപ്നങ്ങളും തരും, അതുകൊണ്ടാ ഞാനിത് വാങ്ങിയേ എന്ന് ഷെൻഷൻ പറയുന്നു. ഇത് കേൾക്കുന്നതും യുവാൻ അവളെ ഹഗ് ചെയ്ത് കരയുന്നു. ഇത്രയും ദിവസം ഷെൻഷനെ അവോയ്ഡ് ചെയ്തതിന് അവൾ ഒത്തിരി തവണ സോറി പറയുകയും ചെയ്യുന്നുണ്ട്. ഷെൻഷൻ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുവാണ്. അവര് ഹാപ്പി ആവുന്നു. ഇതെല്ലാം സീറു കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ബോക്സുവിന് മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഷെൻഷൻ അവന്റെ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു റെസ്പോൺസും ഇല്ല. ഈ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ഈ റൂമിലുള്ള ആൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു പേപ്പർ ഷെൻഷന് കൊടുക്കുന്നു. സോ ഷെൻഷൻ അവളുടെ റൂമിലേക്ക് തിരിച്ചു വരുന്നു. ജസ്റ്റിൻ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡിങ്ങിന് പോവാണ്, എന്റെ ഐഡിയാസ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റിനോട് പറയും. നിന്റെ റൂമിന്റെ ഡ്രോയറിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ലവ് ഷർട്ട് ആണ്. ഇപ്പോഴാണ് ആ ഷർട്ട് അതിന്റെ ഓണറിന്റെ അടുത്തേക്ക് എത്തിയത്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നീ ആ ഷർട്ട് ഇടുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ബോക്സു ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഷർട്ട് എടുത്ത് നോക്കുന്ന ഷെൻഷൻ ആലോചിക്കുന്നത് ആ ഷർട്ടിന്റെ പുറകിലുണ്ടായിരുന്ന ഫ്ലാഷ് ബാക്ക് ആണ്. നിനക്ക് ഈ ഷർട്ട് വേണോ വേണ്ടയോ എന്ന് ചോദിച്ച ബോക്സു അവൾ ആ ഷർട്ട് വേണ്ടാന്ന് പറയുന്നതും അടുത്ത സെക്കൻഡിൽ തന്നെ വലിച്ചെറിഞ്ഞതും പിന്നീട് ആ ഷർട്ടിനെ കുറിച്ച് അവൾ ചോദിച്ച സമയത്ത് ആ ഷർട്ടിന്റെ തീം ലവ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ആരെയും പ്രേമിക്കാത്ത ഞാൻ ആർക്ക് കൊടുക്കാനാ ഷർട്ട് എന്ന് ചോദിച്ചാൽ അവൻ ഉരുണ്ട് കളിച്ചതൊക്കെയാണ് ഷെൻഷൻ ആലോചിക്കുന്നത്. അവള് മാത്രമല്ല കേട്ടോ, ജസ്റ്റിനെ കാണാൻ പോകുന്ന ബോക്സും ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവസാനം ബോക്സ് അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഷർട്ട് അവസാനം അവരുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ സീറും യുവാനും ഒരു ബോട്ടിലാണ്. യുവാൻ ആകെ ഡള്ളായിരിക്കുവാണ്. ഫുൾ ടൈം കലപിലാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവാൻ സംസാരിക്കാതിരിക്കുന്നത് കണ്ട് സീറു അവളോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഈ ഒറ്റവാക്കിൽ ഉത്തരം കൊടുക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സീറോ വീണ്ടും എഫേർട്ട് എടുക്കുവാണ്. MV ഷൂട്ടിംഗ് എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു, അതിനെല്ലാം താങ്ക്സ് പറയേണ്ടത് നിന്നോടാണ്. ഡയറക്ടറിന്റെ കൈയും കാലും പിടിച്ച് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സീറോ അവളോട് താങ്ക്സ് പറയുന്നു. താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല, അതെന്റെ ജോലിയല്ലേ എന്നാണ് യുവാൻ ഉത്തരം കൊടുക്കുന്നത്. സീറോ ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഇന്നലെ നിന്നെ ഷെൻഷനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ നീ കരഞ്ഞത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. യുവാൻ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നന്നായി ഒന്ന് കരഞ്ഞത് കാരണം ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. സീറോ അവളോട് സോറി പറയുവാണ്. യുവാൻ നീ എന്തിനാ സോറി പറയുന്നത്? ഇത് നിന്റെ തെറ്റൊന്നും അല്ലല്ലോ. നിന്നെ സ്നേഹിക്കുക എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് എന്ന് കരുതി എനിക്ക് നിന്നെ ഫോഴ്സ് ചെയ്ത് സ്നേഹിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താൽ അതൊരിക്കലും വർക്ക്ഔട്ട് ആവില്ല എന്ന് പറയുന്നു. സീറോ സാഡ് ആയിരിക്കുന്ന കണ്ട് യുവാൻ എനിക്കറിയാം ഈ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ എക്സ്പീരിയൻസാ ഉള്ളത്. സോ എനിക്കിപ്പോ നിന്നെ നന്നായിട്ട് മനസ്സിലാവും, കാരണം ഞാനും ആ സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്കിപ്പോ പുതിയൊരു ഗോൾ ഉണ്ട്, നിന്നെ മറക്കുക എന്നുള്ളത് എന്നവള് പറയുന്നു. അതിന് നിനക്ക് കഴിയോ എന്ന് സീറോ ചോദിക്കുന്നു. എന്തുകൊണ്ട് കഴിയില്ല? നീ മാത്രമല്ലല്ലോ ഇവിടെ ആണായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നിന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ളവരും ഉണ്ട്. സോ വേറൊരാൾക്ക് വരാൻ വേണ്ടി എന്റെ ഹാർട്ട് സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് യുവാൻ പറയുന്നു. അതത്ര ഈസി ആണോ എന്നാണ് സീറോ ചോദിക്കുന്നത്. യുവാൻ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, ഒരുപക്ഷെ ഒരുപാട് ടൈം എടുക്കുമായിരിക്കും. ജീവിതം ചെറുതല്ലേ, ഞാൻ എന്തിനാ ആ ജീവിതം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് ഹാപ്പി ആവണം, റിലാക്സ്ഡ് ആവണം, ഫ്രീ ആവണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഹാപ്പി ആവാനുള്ള അവകാശം എനിക്കും ഉണ്ട് എന്ന് പറയുന്നു. സീറോ
എന്നാ ഞാനും ആ കാര്യം ചെയ്യാൻ പോകുവാണ് എന്ന് പറയുന്നു. യുവാൻ കൺഫ്യൂസ്ഡ് ആണ്. എന്റെ ഹാർട്ടും ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവാണ് എന്ന് ഷെൻഷനെ മറക്കണം എന്ന ഉദ്ദേശത്തോടെ സീറോ പറയുന്നത് കേട്ട് യുവാൻ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാവുകയാണ്. സീറോ ഇനി പണ്ടത്തെ പോലെ കോൾഡ് ആയിട്ടായിരിക്കില്ല യുവാനോട് ബിഹേവ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഇവിടെ ബോക്സ് ജസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. ജസ്റ്റിന്റെ അസിസ്റ്റന്റ് ബോക്സുവിനെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ബോക്സുവിനെ കാണുന്നതും ജസ്റ്റിൻ, ജെയ്ഫു നിന്നെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റൂമിലേക്ക് നിനക്ക് മുന്നേ വന്നിട്ടുള്ള എല്ലാവരും വേൾഡ് ക്ലാസ് ആർട്ടിസ്റ്റുകളാണ്. അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നില്ല, എന്നാൽ അവരുടെ കരിയറിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ വെച്ചായിരുന്നു. നിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് നല്ല സോങ്ങും നല്ല ടാലന്റും മാത്രമായിരിക്കും, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരുടെ പരിചയപ്പെടൽ കഴിയുന്നതും ബോക്സ് അവന്റെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ജസ്റ്റിൻ കറക്റ്റ് ചെയ്ത് കൊടുത്ത വേർഷനാണ് ബോക്സ് പാടുന്നത്. അത് പാടി കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ തന്നെ ജസ്റ്റിൻ ആ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. ആ പാട്ട് ചളവായതുകൊണ്ടോ അല്ലെങ്കിൽ ബോക്സിന്റെ വോയിസ് കൊള്ളാത്തതുകൊണ്ടോ ഒന്നും അല്ലാട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ബോക്സ് പാടുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ട് നല്ലതാണോ മോശമാണോ എന്നറിയാൻ വേണ്ടി ആ പാട്ടിരുന്ന് മുഴുവൻ കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനു മുന്നേ തന്നെ ഇത് സെറ്റാണ് എന്ന് മനസ്സിലാവുകയാണ്. ബോക്സുവിന്റെ അടുത്തേക്ക് പോയി ജസ്റ്റിൻ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ജെയ്ഫു നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിന്റെ വോയിസ് കേൾക്കുമ്പോൾ ജെയ്ഫുവിന്റെ വോയിസും കേൾക്കുന്നത് പോലെയുണ്ട് എന്ന് പറയുന്നു. താങ്ക്സ് പറഞ്ഞുകൊണ്ട് ബോക്സു, ഞാൻ ഇപ്പൊ പാടിയത് നിങ്ങൾ എനിക്ക് തന്ന വേർഷനാണ്. ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിങ്ങളുടെ ട്രാക്ക് ഒരുപാട് ഇഷ്ടമായി, പക്ഷെ ഇത് നിങ്ങളുടെ കൾച്ചർ അല്ലേ, എന്റെ കൾച്ചർ അല്ലല്ലോ. സോ ഞാൻ ചൈനയുടെ വോയിസ് എന്താണ് എന്ന് കാണിച്ചു തരട്ടെ എന്ന റെസ്പെക്റ്റോട് കൂടെ ചോദിക്കുന്നു. ജസ്റ്റിൻ ഓക്കെ പറയുന്നു. അങ്ങനെ ബോക്സു അവന്റെ സ്റ്റൈല് പാടുവാണ്. നേരത്തെ പാടിയതിനേക്കാൾ അടിപൊളിയായിട്ട് അവൻ പാടുന്നു. ജസ്റ്റിന് അത് ഒരുപാട് ഇഷ്ടമാവുന്നു. എനിക്കങ്ങനെ ചൈനീസ് ഒന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു ഏഷ്യൻ വൈബ് ഈ സോങ് കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ഇത് കേൾക്കാൻ എന്ന് ജസ്റ്റിൻ പറയുന്നു. ബോക്സു, ഇതാണ് സി പോപ്പ്, ഇത് എന്റെ സ്റ്റൈലാണ്. ചൈനീസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ചൈനീസ് വൈബ് കിട്ടും. ഈ ലോകം മുഴുവൻ സി പോപ്പ് കേൾക്കണം, അതാണ് എന്റെ സ്വപ്നം എന്നവൻ പറയുന്നു. ഇപ്പൊ ജസ്റ്റിനും ബോക്സുവും സംസാരിക്കുവാണ്. ജെയ്ഫു നിനക്കിത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു എൻവലപ്പ് ജസ്റ്റിൻ ബോക്സുവിന് കൊടുക്കുവാണ്. ജെയ്ഫു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നീയും. ടാലന്റ് ഉണ്ട്, നല്ല ഡ്രീം ഉണ്ട്, ഏഷ്യൻ പാഷനും ഉണ്ട് എന്ന് ജസ്റ്റിൻ പറയുന്നു. മിസ്റ്റർ ഗു എന്താണ് തനിക്ക് വേണ്ടി തന്നത് എന്നറിയാൻ ബോക്സ് പെട്ടെന്ന് തന്നെ എൻവലപ്പ് തുറന്നു നോക്കുന്നുണ്ട്. അതിലും മിസ്റ്റർ ഗു എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെയിൻ ആണുള്ളത്. അതിപ്പോ ബോക്സുവിന് വേണ്ടി മിസ്റ്റർ ഗു കൊടുത്തിരിക്കുവാണ്. അതവൻ കഴുത്തിലിടുന്നു. ജസ്റ്റിൻ ആണെങ്കിൽ മിസ്റ്റർ ഗുവിനെ എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത് എന്നും എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയതെന്നും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബോക്സു, നിങ്ങൾ എന്തുകൊണ്ടാ കോൺടെസ്റ്റിൽ ജഡ്ജ് ആവുന്നതിൽ നിന്നും പിന്മാറിയേ എന്ന് ചോദിക്കുന്നു. ജസ്റ്റിൻ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് മ്യൂസിക് ബിസിനസ് അല്ലായിരുന്നു, എന്നാൽ ഇപ്പോ മ്യൂസിക് ബിസിനസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ കോൺടെസ്റ്റിൽ നിന്നും പിന്മാറിയത്. ഫെയർ ആയിട്ട് തന്നെയാണ് ഈ കോൺടെസ്റ്റ് ജഡ്ജ് ചെയ്യുന്നത്, എങ്കിലും എനിക്ക് ജഡ്ജ് ആയിട്ട് ഇരിക്കാൻ തോന്നിയില്ല. പിന്നെ നീ ഒരു ഗേളിനെ കുറിച്ച് എഴുതിയ ആ ഒരു സോങ് ഇല്ലേ, അത് നീ എന്തായാലും പാടണം. അത് അത്രയ്ക്ക് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിന്റെ ഹൃദയവും ആത്മാവും എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നീ എന്തായാലും അത് പാടണം എന്ന് ജസ്റ്റിൻ പറയുന്നു. ബോക്സുവിനും ആ വാക്കുകൾ ഒരുപാട് ആശ്വാസമാവുന്നു. നെക്സ്റ്റ് ഡേ ബോക്സ് കോൺടെസ്റ്റിന് വേണ്ടി ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുവാണ്. ബോക്സു, ഈ കോൺടെസ്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഗേള് കാരണമാണ്. എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതും എനിക്ക് ഇഷ്ടപ്പെട്ട വർക്ക് എഴുതാൻ കഴിഞ്ഞതും എന്റെ രോഗത്തിനെതിരെ എനിക്ക് പൊരുതാൻ കഴിഞ്ഞതും എല്ലാം ആ ഗേള് കാരണമാണ് എന്ന് പറയുന്നു. നിങ്ങൾ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്നൊരു റിപ്പോർട്ടർ ചോദിക്കുന്നു. അതെ, ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട് എന്ന് ബോക്സ് ഷെൻഷനെ നോക്കിക്കൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നു. ഇവിടെ സീറോയും ഇതേ സമയം ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. കോൺടെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സീറോ. നൈറ്റ് ഷെൻഷനും ബോക്സും ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. സോറി, കോൺടെസ്റ്റിന് മുന്നേ പിസ്സ വാങ്ങി തരാനേ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് ഷെൻഷൻ പറയുന്നു. എന്തായാലും മിസ്റ്റർ ഗുവിന്റെ ഫുഡിനെക്കാളും നന്നായിരിക്കും എന്നാണ് ബോക്സ് പറയുന്നത്. അവന് മിസ്റ്റർ ഗുവിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായ ഷെൻഷൻ, നീ റിലാക്സ് ആയിട്ടിരിക്കും, മിസ്റ്റർ ഗു എവിടെയാണെങ്കിലും നിന്റെ പെർഫോമൻസ് കാണും എന്ന് പറയുന്നു. ആ ഒരു സമാധാനത്തിലാണ് അവനും ഇരിക്കുന്നത്. ഡിന്നർ കഴിച്ചു കഴിയുന്നതും ഷെൻഷനും ബോക്സും ബീച്ചിലേക്കാണ് വരുന്നത്. ബോക്സു, നീ ആ ഷർട്ട് ഇടുമായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ എന്ന് ഷെൻഷനോട് പറയുന്നു. അതിനൊരു ആൻസർ കൊടുക്കാതെ ഷെൻഷൻ, നീ എന്തിനാ ഇന്റർവ്യൂവിന്റെ സമയത്ത് അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ബോക്സു, അന്ന് നിന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ നല്ല സീരിയസ് ആയിരുന്നു, എന്നിട്ട് നീ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. കാരണം എനിക്ക് തമാശയായിട്ടാ തോന്നിയ, നീ എപ്പോഴും തമാശയോണ്ട് നടക്കാറല്ലേ, സോ അത് തമാശയാണോ സീരിയസ് ആയിട്ട് പറയുവാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ആ ഡയമണ്ട് നിനക്ക് നിന്റെ അമ്മ തന്നതല്ലേ, ആ റിങ് നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, എന്നിട്ട് നീ എന്തിനാ റിങ് ചുമ്മാ എനിക്ക് അങ്ങ് തന്നേ എന്നും ഷെൻഷൻ ചോദിക്കുന്നു. ബോക്സു, സത്യം പറ, അന്ന് നിനക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഫീലിങ്സ് സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചേ എന്ന് പറയുന്നു. എനിക്കറിയാവുന്ന ഷെൻഷന് ഒന്നിനെയും പേടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടമായത് എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ, നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, നീ ആകാശത്തുള്ള ഒരു ബ്രൈറ്റസ്റ്റ് സ്റ്റാർ പോലെയാണ്, എന്നാ ഞാൻ ആരുമല്ല, ചുമ്മാ ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ മാത്രമേ എനിക്കൊക്കെ പറ്റാറുള്ളൂ. അന്ന് നീ എന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്തോ പ്രേരണ കൊണ്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയേ എന്നവള് പറയുന്നു.
ബോക്സു അത് പ്രേരണയൊന്നും ആയിരുന്നില്ല. ബ്ലൂ ഫ്ലെയിം എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? എന്റെ അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ച ഒരേ ഒരു കാര്യമാണത്. നീ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ നിനക്ക് തന്നത് എന്ന് പറയുന്നു. ഷെൻഷൻ അവനോട് സോറി പറഞ്ഞ് കോൺടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം എന്ന് പറയുന്നു. അത് തിരിച്ചു കിട്ടിയാ നീ അത് ആക്സെപ്റ്റ് ചെയ്യോ എന്ന് ബോക്സ് ചോദിക്കുന്നതിന് സ്മൈൽ ചെയ്തുകൊണ്ട് ഷെൻഷൻ യെസ് പറയുന്നു. ബോക്സു നിനക്കൊരു കാര്യം അറിയോ? ഒരുപാട് കാലം ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കില്ല. അവർ ഓൾറെഡി പ്രണയത്തിലായിരിക്കാം, പക്ഷെ അത് അവർ ശ്രദ്ധിക്കുക പോലും ഇല്ല. ആ കാര്യം അവർ സമ്മതിച്ചു തരികയില്ല. പിന്നീട് ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഞാൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടെ ഈ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.